അനുഭവങ്ങളിലൂടെയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും. കാരണം അനുഭവേ നല്ലൊരു ബിസിനസ്സുകാരനെ വളർത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ റോബർട്ട് കിയോസാക്കി എങ്ങനെ ആയി, നെപ്പോളിയൻ ഹിൽ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരൊക്കെ തന്നെ എങ്ങനെ വന്നു, അതിലൊരു വലിയ ഘടകമല്ലേ ഈ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ലെക്സാർട്ട് മറ്റ് കൺസ്ട്രക്ഷൻ ബിൽഡേഴ്സും എങ്ങനെയാണ് വേർതിരിക്കുന്നത്? അല്ല, ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയോട് കൂടി ഹയർ ലെവലിൽ ചെയ്യുന്ന സാധാരണ കോൺട്രാക്ട് വർക്കേഴ്സിൻ്റെ അല്ല ഞാൻ പറയുന്നത്. ആ കാറ്റഗറി ആൾക്കാരെ പറ്റുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഞാൻ അവരെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. അല്ലാതെ സ്റ്റാൻഡേർഡ് ലെവലിൽ ബിൽഡർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന, അല്ലാത്ത രീതിയിൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഒക്കെ അറിയപ്പെടുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടല്ലോ. അത്തരം സ്ഥാപനങ്ങളൊക്കെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അവരൊക്കെ നല്ലപോലെ തന്നെയാണ് ചെയ്യുന്നത്, മോശമൊന്നുമല്ല. ഒരുപാട് ബിൽഡേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് സിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഒരു ലൊക്കാലിറ്റി തന്നെ ഒരുപാട് വീടുകളൊക്കെ വെച്ചിട്ടുള്ള വില്ല പ്രൊജക്ടുകൾ, അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകളൊക്കെ ആയിട്ട് അതൊക്കെ നല്ലത് തന്നെയാണ്. ലെക്സാർട്ടിനെ അവിടെ എങ്ങനെ ഡിഫറെന്റ് ആക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഞങ്ങളുടെ ലെക്സാർട്ടിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതൊരു ലിവിങ് എക്സ്പീരിയൻസ് ആവണം എന്ന് മാത്രമല്ല, അതിൽ ലക്ഷറിയും സ്മാർട്ടായിട്ടുള്ള ഏറ്റവും നൂതനമായ ടെക്നോളജിയും കമ്പൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ആയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് തീർച്ചയായിട്ടും. അതുപോലെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കലൊക്കെ തന്നെ നമുക്ക് ഒരു ബിൽഡിംഗ് അല്ല ഞങ്ങൾ ഉണ്ടാക്കും, നമ്മളൊരു ലിവിങ് എക്സ്പീരിയൻസ് ആണ്, ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ. ശരിക്കും പറഞ്ഞാൽ മിനി 5 സ്റ്റാർ ഹോട്ടൽസാണ് ഞങ്ങൾ ആ വീട് പോലെ അവരുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഉണ്ടായിക്കൊടുക്കും. അവിടെ ആ ഫീൽ അവർക്ക് വരുത്താനുള്ള എല്ലാവിധ സംവിധാനം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ സർവീസ് പോലും നമ്മൾ 2 വർഷം കൂടുമ്പോൾ വീണ്ടും കസ്റ്റമറെ വിളിച്ച് ചെയ്യുന്നത്. കാരണം എങ്ങാനും അവര് ഭാവിയിൽ ഈ മെയിൻ്റനൻസും ചെയ്യാതെ ആ സ്റ്റാർ എക്സ്പീരിയൻസ് എന്നുള്ളത് പോയാലോ, അത്ര വരെ നമ്മളത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് ഈ ലെക്സാർട്ടിനെ ചൂസ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ്. ഒരു പരിധി വരെ ഞാൻ പറഞ്ഞു, പെയിൻ അനുഭവിക്കാത്തവര് ലക്ഷറി സ്വീകരിക്കില്ലല്ലോ. എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, കേരളത്തിൽ അറിയപ്പെടുന്ന ട്രെയിനേഴ്സ്, വേൾഡിൽ അറിയപ്പെടുന്ന ഒരുപാട് ട്രെയിനേഴ്സൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. പെയിൻ അനുഭവിക്കാത്ത ആളുകൾ ഒരിക്കലും ലക്ഷറി ആസ്വദിക്കില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ പെയിൻ അനുഭവിച്ച ആളുകൾ എന്ത് തന്നെ ആയാലും കുറച്ച് മനസ്സിൽ കുറച്ച് വിഷമക്കാരി നടക്കുന്നവരായിരിക്കും. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് പ്ലഷറായി സംസാരിച്ചോളം നിർബന്ധമൊന്നുമില്ല. അവർക്ക് കുറച്ച് ഈ സ്വഭാവത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അത്രയും അനുഭവിച്ചവരല്ലേ. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വന്നവരല്ലേ. അത് ഞങ്ങൾ നല്ലപോലെ ഉൾക്കൊള്ളും. എന്നിട്ട് അവരെ ആ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ പ്രോസസ്സും എല്ലാ സ്റ്റെപ്പുകളും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ മറുപടി നൽകാനും ടീമിനെ മുഴുവനായിട്ട് സജ്ജമാക്കിയിട്ട്. അപ്പൊ അവർക്ക് പോലും അത് മനസ്സിലാവില്ല നമ്മൾ അങ്ങനെ ചെയ്യാന്നുള്ളത്. പക്ഷെ എങ്കിൽ പോലും ചില ആളുകളൊക്കെ ഭയങ്കര ഓവറായിട്ട് നമ്മളെ എത്ര ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഡൗട്ട് അടിച്ച് വീണ്ടും കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളവരെ തെറ്റ് പറയില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്കുള്ള സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഈ മൈൻഡ് ട്രെയിനിങ് എടുത്ത സമയത്ത് നമ്മുടെ ഗുരുനാഥൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. ആളുകളെല്ലാവരും വളരെ അടിപൊളിയാണെന്നും എല്ലാവരും അത്തരത്തിൽ ചിന്തിക്കും ചെയ്യുന്നു വിചാരിക്കരുത്. ബേബി ബൂമേഴ്സിന്റെ മക്കളാണല്ലോ ഇപ്പോഴത്തെ ഈ യൗവനത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അതായത് ചെറിയ കുട്ടികളല്ല, അത്യാവശ്യം ഒരു 30 to 40-45 റേഞ്ചിലേക്ക് പോകുന്ന ആളുകളാണ് ഞാൻ പറയുന്നത്. അവരുടെ മക്കളാണല്ലോ. അപ്പൊ ബേബി ബൂമേഴ്സ് സത്യം പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വന്നവരായതുകൊണ്ട് ആ സ്ട്രെസ് അതേപോലെ കൊടുത്തിരിക്കുന്ന മക്കളാണ്. അതിൽ ആരും അകന്നു നിൽക്കുന്നില്ല. ഒരു ഇതെല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നമുക്ക് തന്നെ അറിയില്ലേ, ചെറുപ്പത്തിൽ കളിയാക്കിയ പല പോയിന്റുകൾ ഇപ്പൊ വരുമ്പോൾ വേറെ നേരെ ഓപ്പോസിറ്റായി മാറുന്നത് അതേപോലെ. അപ്പൊ അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അവർക്ക് വേണ്ട രീതിയിലേക്ക് ആ കാര്യങ്ങൾ സർവീസ് മാക്സിമം ചെയ്തു കൊടുക്കുന്നു. ചിലർക്ക് ഞങ്ങൾ ചെയ്യാന്നുള്ളത് നല്ലപോലെ മനസ്സിലാവും. അത് കൃത്യമായി അവർക്ക് എന്ത് ചെയ്യും, ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകും. അത് മാത്രമല്ല മാം, നമ്മളൊരു പ്രൊഡക്റ്റ് പോലും മാറ്റി അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുമ്പോൾ കമ്പനിയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഓഫർ ചെയ്തത് അതിന് താഴെയുള്ള പ്രൊഡക്റ്റിലേക്ക് പോകാൻ പാടില്ല, അതിന്റെ മുകളിലോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അത് കമ്പനിയുടെ മറ്റൊരു വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ ചില ഈ ബൗണ്ടറീസും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് എടുക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് എടുക്കും. ബെസ്പോക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 5 വർക്കേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില കസ്റ്റമേഴ്സ് നമ്മൾ ഈ അടുത്ത മാസത്തേക്കൊന്നോ അല്ലെ പിന്നെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാരണം പറയേണ്ടി വരുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, അങ്ങനെ ആകുമ്പോൾ ആ ക്രിയേറ്റിവിറ്റി ആവുള്ളൂ. ഈ പ്രോഫിറ്റ് എന്നുള്ളത് വേണ്ടെന്നല്ല, വേണം. പ്രോഫിറ്റ് ഇല്ലാത്ത ആർക്കും നിലനിൽക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ എയിം അതിനേക്കാൾ കൂടുതൽ മറ്റൊരു സംഭവമാണ്. അത് നമ്മുടെ കൂടെ കസ്റ്റമറായി വരുന്ന എല്ലാവർക്കും അത് മനസ്സിലാവാറുമുണ്ട്. പിന്നെ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതിൽ എക്സെപ്ഷൻസ് വരാറുണ്ട്. ചില ആൾക്കാർ അവസാനം വരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൂ, ഒരു അപ്രിസിയേഷൻ പോലും തരാറില്ല. അപ്പോഴും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉൾക്കൊള്ളുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവത്തിൽ ആരും അവരെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോ ജീവിതത്തിൽ ബിരിയാണി കഴിക്കാത്ത ഒരാളോട് ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞു തരും അല്ലെ കുറച്ച് ബിരിയാണി തരും എന്ന് പറയുന്നവരല്ലേ, അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. ആ കിട്ടാത്ത സംഭവം നമുക്ക് തരുന്നില്ല.
അത്രയും ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തുന്ന സംവിധാനമല്ല, അത്തരം കാര്യങ്ങൾ ചെയ്യില്ല. അതിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. Luxert, a luxury smart living experience.